നമസ്കാരം. ഇന്ന് രാമായണ പാരായണത്തിലെ 6ാമത്തെ ദിവസമാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ശ്രീരാമ അഭിഷേക വിഘ്നം. വാനവരെല്ലാം ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു, ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം, ശ്രീരാമ അഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ. നാം അവരെല്ലാരും മറ്റില്ല നിരൂപിച്ചാൽ, ചെന്നുടൻ മന്ദരതന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുത് എന്നമരന്മാർ പറഞ്ഞോരനന്തരം, വാണിയും മന്ദരതൻ വദനാന്തരേ. വാണീടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായപ്പോൾ, ത്രിവിക്രയും കുബ്ജയും മാനസി കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറിയിടിനാൾ. വീണ ചെന്നൂരു മന്ധരെ കണ്ട് കൈകീതാനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ, നാളീകലോചനാകിയ രാവണന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ, ഏറിയൊരാപത്ത് വന്നടുത്തു നിനക്കൊരു ബന്ധവുമില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ, കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധം അവൾ ചൊന്നത് കേട്ടു സംഭ്രമിച്ചു ദാനവും ചെയ്തു. കൈകേയ പുത്രിയും ചിത്രമായൊരു ജാമീകരനു നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തോരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതീനില്ലൊരവകാശം ഏതും നിരൂപിച്ചാൽ. എന്നോട് രാമകുമാരനോളം പ്രിയമെന്നുള്ളില ആരെയുമില്ല മറ്റോർക്ക നീ.
അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും. നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും മറ്റാരെയും ഇല്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും. അശാന്തമെന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂടി. നിനക്കെന്തുരാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കൈകേയപുത്രിതൻ വാക്കുകൾ കേട്ടവൾ ആകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപി മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസ്സി കൽപ്പിച്ചുകൊണ്ട് തന്നെ. ഇതും രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യമായൊരു നീദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതെന്നും വരും. ഭാവിക്കയും വേണ്ട രജത്വമേതുമേ നാട്ടിൽ കളകിലുമാം ഒരു വാട്ടം വരാതെ വർത്തിച്ചിടുകിലുമാം. സാപത്നിജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ. ഉത്സാഹമുണ്ട് നിനക്കെങ്കിൽ ഇക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന് വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ മുന്നം. സുരാസുരയുധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ നിർത്തിക്കയാൽ. മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യസമം തേരിലേറിനാൽ. നിന്നോടുകൂടവേ വിണ്ണിലകം പൂക്കും സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ. ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്ങൾ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശേ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരേ. നിന്തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടുവരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടത് മൂലം. വരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരുന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ.
ഞാനും മറന്നു കിടന്നിത് മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരജ്ഞയ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടോരു കാർക്കൂന്തലഴിച്ചിട്ടു ഭൂമിനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതുമേ ഒരനന്തരം കൂടാതെ ചെന്നു കൈകയും പത്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു. ചിത്തമോഹീന ഗോപാലയേമേവിനാൾ കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന് ഭൂപതി ചെയ്യാൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏതുമീതിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായിട്ടും ദയാന്വിതനായി ഗുണാക്ഷര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നെങ്കിരിക്കലും ദുഷ്ടസംഗം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലൂ രാജദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞ അന്തപുരമകം പൂക്കരളിയിടിനാൻ പ്രിയതമയാകിയ തന്നോട് പത്നിയെ കാണായിക കാരണം എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതി ദൃശ്യം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളിൽ നിന്നു പോയിനാൾ. മന്ദമാകുന്നതുന്മേഷമെൻ മാനസി ചൊല്ലുവിന്ദാസികളെ ഭവസ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാൾ. ക്രോധാലയം പ്രവേശിച്ചത് അതിന്മൂലം ഏതുമറിഞ്ഞീല ഞങ്ങളൂ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരീ ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ ചെയ്തു വിമോഹനരൂപേ ഗുണശീലി. ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകടു മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയില്ല നിനക്കിടൂ. നാരികളോ നരന്മാരോ ഭവതിയോ ആരൊരു വിപ്രിയം ചെയ്ത് വല്ലഭേ. പണ്ഡിനെന്നാകിലും മന്ദിനെന്നാകിലും ദണ്ഡമനിക്കതിൽ നിരൂപിച്ചാൽ നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പനവനെ ഞാൻ വന്ധ്യനെ നൂനവന്ധ്യനാക്കിടുവൻ വന്ധ്യനാക്കിയിടാമവന്ധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്ത് കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ
അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായികയാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണീരും തുടച്ചുത്താനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിരായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ട് സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ട ചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടുവരം നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വീണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലിയാൻ വച്ചിരിക്കുന്നു ഭവാങ്കലത്. രണ്ടുമിച്ചയുണ്ടെന്ന് വാങ്ങിയിടുവാൻ ഭൂപതി എന്നതിൽ ഒരു രാജ്യാഭിഷേകം ഭവാൻ എന്നു പലതു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം കൊണ്ട് താമസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരങ്ങൾ വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതി ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമാനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകിയില്ലെന്ന് മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനെയും. വജ്രമേറ്റദ്രി പതിച്ചതുപോലെ ഭുവി സജ്വര ചേതസാ വീണതു ഭൂമനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായു ദുസ്വപ്നമാഹന്തകയോ. ഞാനിഹ ചിത്രഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതയാകവേ. കിം കിമേതൽകൃതം ശങ്കരദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാക്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശാരഥൻ. ദീർഘമായി വീർത്തി വരമുര ചെയ്തു. എന്തിവണ്ണം പറയുന്നത് ഭദ്രി നീ എന്നോട്? എന്ത് നിന്നോട് പിഴച്ചത് രാഘവൻ മൽ പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ചെയ്വതിന് എന്ത് കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമിതി ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്ക്. ഇന്നിത് തോന്നുവാൻ എന്തോ ഒരു കാരണം? നിന്നുടെ പുത്രനോ രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതു ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിടിയാൽ ഭ്രാന്തനെന്നാകയോ ഭൂമിപതി ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരുമ സത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ പങ്കജനേത്രനാം രാമനുഷ്യസിന് ശങ്കാവിഹീനം വനത്തിന് പോകായികൾ. എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവിരാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോ പരിഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതി വൃഥാ മിഥ്യയാക്കിയിടുല. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൾ.
പിന്നെയും ഉണർന്നിരിക്കുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേനയാമിനി പോയിത് വത്സരതുല്യമായി ചെന്നാരര് അരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദങ്ങൾ സംഗീത ഭേദങ്ങളെൻ നിവറ്റെക്കൊണ്ടും പള്ളിക്കുണർപ്പ് കുറിപ്പ് ഉണർത്തിയിടാനരന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകി ക്ഷിപ്രം അവരെ നിവാരണം ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ട് നിന്നോരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവിമാരും ഭൂമി പാലന്മാരും ഭൂമി സ്പർശോഷലതാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുടതഴ ചാമരം താലവൃന്ദം കോടിതോരണം ശ്യാമീകരാഭരണാദ്യാലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. ശ്രീബാലവൃദ്ധാവതി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്ന കിരീടമണിഞ്ഞതി രമ്യമകരയായി തമണികുണ്ടല സമുദ്രശോഭിതകണ്ഠ സ്ഥലങ്ങളും പുണ്ടരീകച്ചതലോചന ഭംഗി പുണ്ടരീകാരാദിമണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയവും കുന്ദമുകുന്ദ സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും കാന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാമം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലേ മീതെ വിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരവും കൊണ്ട് കുമ്പിട്ട് കുപ്പീടു മുരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനവും അംബോജബാണ നിഷാംഗഭജംഗവും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോ ഒരു പുറവടി ശോഭയും അംബോജതുല്യമാ മംഘ്രീതലങ്ങളും ജംഭാരിരുന്നം തൊഴും തിരുമേനിയും ഹാരകടകവലയായും അങ്കുലീയാദി ചാരുതരാഭരണാവലിയും കൊണ്ട് വാരണവീരൻ കഴുത്തിൽ നിറത്തോടു ഗൗരതാപത്രം ധരിച്ചരികേ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മുത കാണായി വരുന്നു നമുക്കിനി നിതം മനതാ മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം ക്ഷോണീപതീസുതനാകിയ രാമനെ കാണായി വരും പ്രഭാതീപത നിർണയം രാത്രിയാം രശസ്സി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമൂഢ സൗഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കി വാർത്താനന്ദ പൂർണ്ണാമൃതാബ്ധിയിൽ വീണുമുഴുകിടും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദരാൽ. വിശ്ചിന്നാഭിഷേകം. അന്നേരമാദിത്യനുദിച്ചീടിനാൾ മന്നവൻ പള്ളിക്കുറിപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മാനസി ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സമുദ്രരും മന്ദകാപുരമകം പോകാൻ അതിദ്രുതം രാജീവമിത്രഗോത്രാത്ഭുത ഭൂപത്തെ രാജരാജേന്ദ്ര പ്രവര ജയ ജയ
ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു സ്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൽ ദേവനാരീ സമേ രാജപ്രിയപദമേ ദേവീ കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തെന്നോ മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയി ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞത് തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കുകയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാ അത്യന്തമാകുലനായതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൾ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചന മനാകർണ്യജ്ഞാനിക രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ട ഭൂപാലനും ചൊല്ലിനാൾ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ട് സുമന്ത്രരുഴറിപ്പോയി ചെന്ന് കൗസല്യസുതനോട് ചൊല്ലിനാൾ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവി സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൾ രാമനെ ചെന്നെടുത്താൽ ആലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശ്വസമുദ്രായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണതു ഭൂമനും രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിവനെ കണ്ടു വീകേന രാഘവൻ താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങളത് കണ്ടനന്തരമാരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പൂക്കിത് സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിന് നേരെ പറവിന്നറിഞ്ഞവരെ എന്നത് നേരം പറഞ്ഞത് കൈകേകപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസ്സിനീ നിരൂപിക്കില്ലെളുവെന്നെ താതന് ദുഃഖവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത് ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ രണ്ടും വരം മമതത്വമുണ്ടായിട്ട് പണ്ട് നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലേ സാധ്യമായുള്ളൂ എന്നത് രണ്ട് മിന്നുതരണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയു നീ സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വധിച്ചു ശത പത്രസമുദ്ഭവൻ എന്നതറിക നീ
മാതൃവചനശൂലാഭിഗതനായ മേദിനി പാലകുമാരനും രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിന, ഇത്രയെല്ലാം പറയണമോ മാതാവി? താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദം അതിനെനിക്ക് ഇല്ല. അതിനേറ്റവും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ. ത്യാജ്യമെന്നാൽ അറിയുക നീ മാതാവി. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയുക നീ. പാവകൻ തങ്കൽ വധിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസിച്ചിൽ എന്നെനിക്കറിയുക നീ. താതകാര്യമനാജ്ഞപ്തമാമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ. മധ്യമനായുള്ള പുത്രൻ എന്നറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാല് കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ പിത്രോർമലനെന്നു ചൊല്ലുന്നു സജ്ജനം. മിഥമെല്ലാം പരിജ്ഞാനം മയാതുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം. സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടൂരു കൈകേയിയും രാമനോടാശ ചൊല്ലിയിടിനാളാതരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താമസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നത് കേട്ട് രാമനും ചൊല്ലിന, നിന്നതിനെന്തോരു വൈഷമ്യമായത്. അഭിഷേകം ഭരതന് ഞാനിനി വൈകാതെ പോവാൻ വനത്തിനു മാതാവേ. എന്തതിനോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ചു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡക വാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കു മധ്യേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പൃതുക്കൾക്ക് പുരുവും തൃപ്തനാക്കിയിടിനാൻ താതന് തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പൃതുപ്രതാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. മൽപിതാ ദുഃഖിപ്പതിനിൽ അവകാശം. വാക്യമേവം കേട്ടു ഭൂപതി ശോകേ നന്ദനൻ തന്നോട് ചൊല്ലിനാൽ, സ്ത്രീജിതനായ അധികാമുഖനായൊരു രാജാധവനാകുന്നെയും വൈകാതെ വാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ആ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം ബലജാതി പറകയും കണ്ണുനീരാലോലവാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചുരകുത്തമൻ ആശ്ലേഷനീതിവാഗ്വൈഭവാദ്യങ്ങളാ ആശ്വസിപ്പിച്ചാൻ നയകോവിതൻ തഥാ.
എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തോരു ദണ്ഡം ഇതിന്നു മഹീപതി. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവൻ ഞങ്ങൾക്ക് ശക്തി പോരാകയുമില്ല. ഇത് രണ്ടിനും സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ ആരണ്യത്തിലും വാഴുവാൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും മനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത കർമ്മം മമ മാതാവെനിക്കു വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃകീഠം പൂക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറപ്പിച്ചിരിക്കുന്നേരം ചെന്നോരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിന. രാമനുപഗതമായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമള കളേബരം മന്ദം മന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു വാരം വിശക്കയോ വന്നിരുന്നീട് ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേ പുത്രിയാമമ്മയ്ക്ക് മൽപിത രണ്ടു വരം കൊടുത്തിടിനാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിന് അയക്കുന്നത് മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാലിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലേ വേറിട്ടുപോയ പശുവിന് ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവയ വാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിത് കൈകേയിയോട് നീ ചിന്തിക്ക ഭൂവനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കെയും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചറ്റില്ലെന്ന് നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗവിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും ഇന്നേ മുടിഞ്ഞു. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടിരുന്നു ഒരു സൗമിത്രിയും. ലോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാലാകുല വെന്തിത് കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃത്തം മധൂജിതം ശാന്തേതരം താപഹീനം ഷടപ്രിയം.
ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരുമൊക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകമൊന്നൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനന്തർമുദാവസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന് നിർണയം കാര്യമല്ലാത്തത് ചെയ്യുന്നതാകില ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാഗ്ദമമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദരനിന്ദിരാമന്ദിരവത്സനാനന്ദ സ്വരൂപനിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷ നിദ്രാദിവൻ വൃന്ദാരക വൃന്ദവന്ധ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്തരാധാരൂപമായി ഇന്ദീവരാക്ഷ നിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനന നിന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദാമന്തരാധാരൂപമൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ ഹൃദിരമിതമാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇതോടുകൂടി 6-ാമത്തെ ദിവസത്തെ രാമായണ പാരായണം അവസാനിക്കുകയാണ്. എല്ലാവർക്കും